Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala asyrafil rasulillah wa ala alihi faizina biridha. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Rabbana hab lana min azwajina wa dhurriyyatina qurrata a'yunin waj'alna lil muttaqina imama. ബഹുമാനരായ സയ്യിദ് അവർകൾ, പ്രിയപ്പെട്ട ഖതീബ് ഉസ്താദ്, യോഗത്തിൻ്റെ അധ്യക്ഷൻ, മറ്റ് മഹലിന് മദ്രസക്ക് നേതൃത്വം നൽകുന്ന മഹൽ വ്യക്തിത്വങ്ങൾ, നല്ലവരായ നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മോട് ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വന്നുപോയ ഏത് പോരായ്മകളുണ്ടെങ്കിലും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പഠിച്ച റബ്ബ് നമ്മളെല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. മുമ്പേ നടന്നുപോയ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളിലെ ബന്ധുമിത്രാദികളിലെ ഒരുപാട് ആളുകൾ അല്ലാഹുവരുടെ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കട്ടെ. നാളെ അവരെയും നമ്മെയും മുസ്തഫാ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ ഒന്നിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, കേരളത്തിലുടനീളം മഹല്ല് തലങ്ങളിൽ മഹല്ല് നിവാസികളെ വിളിച്ചു ചേർത്ത് അതിപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതേ സമയം കേരളത്തിലെ ധാരാളം മഹല്ലുകളിൽ മഹല്ല് നിവാസികളെ വിളിച്ചു ചേർത്ത് ഇതുപോലെ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രസക്തവും പൊതുസമൂഹം മൊത്തത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം ഒരുപക്ഷെ നമുക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വരാൻ കഴിയാതെ പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് കൂടിയതിന്റെ ആവശ്യം മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. മലപ്പുറത്ത് ഒരു മഹല്ല് കമ്മിറ്റി, അവിടെ ഒരുപാട് ക്വാർട്ടേഴ്സുകളൊക്കെ പരിസരത്തുള്ളത് കൊണ്ട് ആ ക്വാർട്ടേഴ്സുകളിലൊക്കെ താമസിക്കുന്ന ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൽ ഒട്ടുമിക്ക പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ 2-3 ആളുകൾ മഗ്‌രിബിന്റെ ജമാഅത്തിന് പള്ളിയിൽ വരാറുണ്ടെന്ന് പറഞ്ഞു. അവരോട് അന്വേഷിച്ചപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ പരിസരങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്ന് വിവരം കിട്ടി. അത് അടിസ്ഥാനത്തിൽ അവിടെ വരാറുള്ള ഈ 2-3 ആളുകളെ ഉപയോഗപ്പെടുത്തി ഒരു മഗ്‌രിബിന്റെ ശേഷം നന്നായി ഉറുദുവും ഹിന്ദിയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളെ വിളിച്ചു വരുത്തി ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് താമസിക്കുന്ന, ജോലി ആവശ്യത്തിന് ഇവിടെ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്യുന്ന ആ ചെറുപ്പക്കാരെ വിളിച്ചു ചേർത്ത് അവർക്ക് ക്ലാസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതടിസ്ഥാനത്തിൽ അവരുടെ വന്നു 29 ആളുകൾ അന്ന് അവിടെ പങ്കെടുത്തു. അധ്യാപകൻ നിലവിൽ അവരുടെ അവസ്ഥ ആദ്യം അറിയണമല്ലോ, അതിനുവേണ്ടി അവരോട് ചോദിച്ചു, നിങ്ങളിൽ നിസ്കരിക്കാൻ അറിയുന്ന ആളുകളൊന്ന് കൈ പൊക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് 29 ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് 2 ആളായിരുന്നു അന്ന് കൈ പൊക്കിയത്. 2-2. അധ്യാപകൻ അവരോട് ഫാത്തിഹ സൂറത്ത് ഓതാൻ പറഞ്ഞു. ആ 2 പേരോട് അവർ ഓതിക്കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടു 29-ൽ 29 ആളുകൾക്കും നിസ്കാരം പോയിട്ട് ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ അറിയില്ല എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഈ നാട്ടിൽ, നമ്മളെ വേങ്ങൂര് അല്ലെ, വേങ്ങൂരിനല്ലേ നമ്മള്, അതെ, ഇവിടെ ഒരു 10 വയസ്സുള്ള കുട്ടിയെ വിളിച്ചിട്ട്, അതൊന്നും വേണ്ട, 8 വയസ്സുള്ള കുട്ടിയെ വിളിച്ചിട്ട് ഫാത്തിഹ സൂറത്ത് ഓതിത്തരാൻ പറഞ്ഞാൽ ഓതി തരൂലേ? ഞാൻ മഴയൊന്നും പറയുന്നില്ല, കുറച്ചേരം വർത്താനം പറയാൻ നമുക്ക്. ഓതി തരൂലേ? ഒരു 14 വയസ്സുള്ള ആണോ പെണ്ണോ ഒരു കുട്ടിയെ വിളിച്ചിട്ട്
നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചാലും മറുപടി കിട്ടൂലേ? കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അവർക്കൊക്കെ അവകാശപ്പെടാൻ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പക്ഷേ നൂറ്റാണ്ടുകളോളം മുസ്ലിം രാജാക്കന്മാർ ഭരണം നടത്തിയ ചരിത്രങ്ങൾ അവരുടെ നാടിന് പറയാനുണ്ടാവും. കേരളത്തിൽ നമുക്ക് അതൊന്നും അവകാശപ്പെടാനില്ല. പക്ഷെ എന്നിട്ടും എന്ത് തന്നെ നമ്മൾ പോരായ്മകൾ ഉണ്ടെങ്കിലും അവരെക്കാളും ഒക്കെ ഒരു പടി മുന്നിലാണ് വിജ്ഞാനത്തിന്റെ കാര്യത്തിലും ധാർമ്മിക മൂല്യങ്ങളുടെ വിഷയത്തിലും എന്നതാണ് വസ്തുത. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിന്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയാത്ത വളരെ മനോഹരമായ മഹല്ല് സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ഈ വേങ്ങൂരിനെ എടുത്തു നോക്കുക. കൃത്യമായി കൊണ്ട് അതിന് അതിർവരമ്പുകൾ ഉണ്ടാവും. ഇന്ന തോട് ഇന്ന പാടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിർത്തികൾ ഉണ്ടാകും. ആ അതിർത്തിക്കുള്ളിലുള്ള ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിങ്ങളെങ്കിലും അവരുടെ ഒരു വിഷയം വന്നാൽ വന്നു പറയാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. മഹല്ല് കമ്മിറ്റിയുണ്ട്. അവിടെ ശറഈന്റെ ഒരു വിഷയം വരുമ്പോൾ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ജഡ്ജി ഖാദി നമ്മുടെ മഹല്ലിനുണ്ട്. കൃത്യമായി ഒരു പ്രാദേശിക ഗവൺമെന്റ് എന്ന് ആലങ്കാരികമായെങ്കിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വ്യവസ്ഥാപിതമായ മഹല്ല് സംവിധാനം ഇത് കേരളത്തിന്റെ പുറത്ത് നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പല വിഷയത്തിലും മറ്റുള്ളവരെക്കാളും മുന്നിൽ നിൽക്കുന്ന അവസ്ഥ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഒരു മഹല്ലിലെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? ഞങ്ങൾ വയലിന് വിടാൻ തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ തിരിച്ചു വരാം, സമയം കുറവായതുകൊണ്ട്. ഒരു മഹല്ലിലെ ഏറ്റവും ചെറിയ ഘടകം ഏതാ? ഏറ്റവും ചെറിയ യൂണിറ്റ് മുണ്ടല്ലേ മനുഷ്യന്മാരെ? ഒരു മഹല്ല്, നിങ്ങളുടെ ഏതൊരു മഹല്ല്, ഇത് ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാ? എന്തുകൾ കൂടിയിട്ടാണ് ഇപ്പൊ ഒരു മഹല്ല് ഇരിക്കണമെന്ന ചോദ്യം. മനുഷ്യന്മാരെ കുറെ വീട് കൂടിയതല്ലേ ഒരു മഹല്ല് അല്ലെ? വീടിനെന്താ അറബി പറയാ? എന്റെ കുട്ടികൾ പറയുന്നത് ബൈത്ത്. പിന്നെ വേറെ ഒന്നേക്കൊന്നവര് പറഞ്ഞു. ആയിക്കോട്ടെ, നിർച്ചയൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, വായ തുറക്കൂല. ബൈത്ത്, മൻസിൽ, ദാർ, മസ്കൻ അല്ലെ? ഇതൊക്കെ നമ്മുടെ വീടിന് പറയണതാണ്. നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ കൂടിയിരിക്കുന്ന ആളുകൾ നമ്മൾ പാർക്കുന്ന വീട് ഇപ്പറഞ്ഞ ഈ അറബി പേരുകളുടെ വിശാലാർത്ഥത്തിൽ വരുമോ ഇല്ലേ എന്നുള്ളതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ബൈത്ത്, ബാത്ത് എബീത്തു, രാത്രി ഉറങ്ങുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ബൈത്ത്. ചിന്തിക്കുക, വീടിന്റെ പണി തീർന്നപ്പോഴ് മൊത്തം ചെലവായ തുക 1.5 കോടി. ആ വീട്ടിൽ താമസിക്കുന്നത് 4 മെമ്പേഴ്സ്. അതിൽ തന്നെ പലർക്കും രാത്രി ഉറക്കം വരണമെങ്കിൽ ആ വീട് വിട്ട് പുറത്തു പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥത്തിൽ ബൈത്ത് എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. മൻസിൽ, പടച്ച തമ്പുരാന്റെ റഹ്മത്തിറങ്ങുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മൻസിൽ. റഹ്മത്തിറങ്ങാനുള്ള മാനദണ്ഡം അതിന്റെ പൈതല്ല, അതിനുപയോഗിച്ച മറ്റു മെറ്റീരിയലുകളല്ല, അതിന് ചെലവഴിച്ച കാശല്ല. പിന്നെയോ ആ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന അംഗങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹമാണ്. മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മുസ്തഫ നബി ഒരു വേള പറയുകയുണ്ടായി, പരസ്പരം കുടുംബ ബന്ധങ്ങൾ മുറിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകണമെന്ന് പറയണ്ടായി. കളങ്കമില്ലാത്ത സ്വഹാബ അതിൽ നിന്ന് ഒരാൾ എണീറ്റ് അവിടുന്ന് പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു തന്നെ വരുന്നുണ്ട്. വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, ഞാനും എന്റെ അടുത്ത ബന്ധു ഇന്നയാളുമായി പണക്കത്തിലായിരുന്നു. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ പിണങ്ങി നിന്നിരുന്ന ആളെയോട് പൊരുത്തപ്പെടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഒരു സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങില്ല എന്ന്
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ, ഒരു വീട്ടിന്റെ ഉള്ളിൽ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ, ജേഷ്ഠാനുജന്മാരുടെ ഇടയിൽ, ഇളയച്ചി മുത്തച്ചിയുടെ ഇടയിൽ, നാത്തൂന്റെ ഇടയിൽ, അമ്മായിമ്മയുടെയും മരുമകളുടെയും ഇടയിൽ, ഇനി വേറെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ തമ്മിൽ അകൽച്ചയോടുകൂടെയാണ് ആ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നത് എങ്കിൽ എത്ര മനോഹരമായ കെട്ടിടമാണെങ്കിലും അത് മൻസിൽ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഇടമെന്ന് പറയാനുള്ള അർഹതയില്ല എന്ന് തിരിച്ചറിയുക. അത് മനസ്സിലാക്കണമെങ്കിൽ, അവിടെ റഹ്മത്ത് ഇറങ്ങണമെങ്കിൽ അത് ഒരു ചെറ്റ കുടിലാണെങ്കിലും അതിൽ റഹ്മത്തുള്ള മനസ്സിലായി തീരും. അതിന്റെ ഉള്ളിൽ പാർക്കുന്ന മെമ്പർമാർ പരസ്പരം സ്നേഹത്തോടുകൂടെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണെങ്കിൽ. മറ്റൊന്ന് ദാറാണ്. ഇറങ്ങിയ ആ റഹ്മത്ത് ഇങ്ങനെ ചുറ്റിക്കളിക്കുന്ന ഇടത്തിന് പറയുന്ന പേരാണ് ദാർ. അതിന് ആദ്യം ചെയ്യണം ആ റഹ്മത്ത് ഇറങ്ങണം, എന്നാലേ അവിടെ ചുറ്റിക്കളിക്കൂ. അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി സ്വസ്ഥമായി അന്തിയുറങ്ങുന്ന ആ ഒരു റഹ്മത്ത് ഇങ്ങനെ വലയം ചെയ്യുന്ന ആ ഇടമാകുമ്പോഴാണ് പരിശുദ്ധതയെ പരിചയപ്പെടുത്തിയ മസ്കനായി തീരുക. മസ്കൻ സുക്കൂനുള്ള ഇടം, സമാധാനമുള്ള ഇടം, ആശ്വാസം കിട്ടുന്ന ഇടം. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു വീട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജബൽ നൂറിന്റെ മുകളിൽ ഹിറായിലിരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ച് പനിച്ച് വിറച്ച് നേരെ ഒരു വരവ് വരുന്നുണ്ട്. ആരടുത്തേക്കാ വരുന്നത്? ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുള്ള ആ വീട്ടിലേക്ക്. ഒരു കാര്യം തീർച്ചയാണ്, ഇന്ന് നമ്മളൊന്നും പാർക്കുന്ന ഒട്ടുമിക്ക ആളുകളും താമസിക്കുന്ന വീടിനുള്ള സൗകര്യം എവിടെയില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പാർക്കുന്ന ആ വീട്ടിലില്ല. മാത്രമല്ല, ഖദീജ ബീവിയുടെയും ജബൽ നൂറിന്റെയും ഇടയിൽ വേറെയും ഒരുപാട് ബന്ധത്തിൽപ്പെട്ട കുടുംബങ്ങളിലെയും അല്ലാത്തതുമായിട്ടുള്ള പലരുടെയും വീടുണ്ട്. അവിടെ ഒന്നും മുസ്തഫ നബി കയറിയില്ല. ബീബി ഖദീജയുള്ള തന്റെ ഭാര്യയുള്ള ആ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. എന്തായിരിക്കും കാരണം? എന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ചെന്നാൽ എനിക്ക് ആശ്വാസം കിട്ടുമെന്ന ഉറച്ച ബോധം. അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്തഫ നബിയുടെ മാസം ഇവിടെ കഴിഞ്ഞല്ലോ. നമ്മളവിടെ ഒരു മൗലൂദിൽ ഒതുങ്ങേണ്ട കാര്യമില്ല ഇതൊന്നും. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ ആ ജീവിതത്തിൽ പിന്തുടരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ സുന്നിയാകുന്നത്. നമ്മുടെ സ്വഭാവം മുഴുവനും വൃത്തികെട്ടുകൊണ്ട് വെറും മൗലൂദ് മാത്രം കഴിച്ചിട്ട് സുന്നിയാകല് ഒറിജിനൽ സുന്നിയൊന്നുമല്ല. പിന്നെയോ രണ്ടും വേണം. മൗലൂദൊക്കെ നല്ലോണമെന്നാണ് നമ്മള്. അതോടൊപ്പം പരമാവധി മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് യഥാർത്ഥ ദീൻ എന്ന ചോദ്യത്തിന് ഉത്തരം ഹുസ്നുൽ ഖുലുഖാണ്. മനുഷ്യന്മാരോട് പെരുമാറുന്ന ഏറ്റവും നല്ല രീതിയിലാകലാണെന്ന് മുസ്തഫ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ അനുകരിക്കാൻ നമുക്ക് കഴിയണം. ആലോചിച്ച് നോക്കൂ, മുത്തനബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഭർത്താവാകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോ ആ തോൽപാത്രത്തിൽ എവിടെയാണ് പ്രിയപ്പെട്ട ഭർത്താവ് ചുണ്ടുവെക്കുന്നത് എന്ന് ഭാര്യ അടുത്തുനിന്ന് നോക്കുക. എന്നിട്ട് വെള്ളം കുടിക്കൽ കഴിഞ്ഞാൽ അതിങ്ങൾ വാങ്ങി എവിടെയായിരുന്നു പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചുണ്ടു വെച്ചിരുന്നത് അവിടെ തന്നെ ചുണ്ടു വെച്ചുകൊണ്ട് കുടിക്കുന്ന ഭാര്യമാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ കാണാൻ പറ്റും. ഇത് വൺ സൈഡ് അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ഒരു ഭാഗത്തേക്കല്ല. പൊതുവേ നമ്മുടെ സ്വഭാവമുണ്ട്, കൈക്കോട്ടിന്റെ സ്വഭാവം. മനസ്സിലായോ? എന്താ കൈക്കോട്ടിന്റെ സ്വഭാവം? എന്താ? ഒക്കെ വാരിക്കൂട്ടൽ മാത്രമേ അറിയുള്ളൂ. ഇല്ലേ? എന്നെ സ്നേഹിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ അനുസരിക്കണം. എന്നാൽ ഇതേ ആവശ്യം പങ്കാളിക്കുമുണ്ടെന്നുള്ള തിരിച്ചറിവ് അതുണ്ടായിരുന്നു അവരുടെ ഇടയിൽ. ഒരുമിച്ച് രസകരമായി അവർ ഒരുമിച്ച് കുളിക്കുന്നത് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. യാത്ര ചെയ്യുന്ന സമയത്ത് ഭർത്താവായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നത്തെ പോലെ കാറും മറ്റു സൗകര്യങ്ങളില്ലല്ലോ. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാണോ അതിന്റെ പുറത്ത് പ്രിയപ്പെട്ട ഭാര്യയെ കൂടെ കൂട്ടുമായിരുന്നു. വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഭാര്യയോടൊന്നിച്ച് ഓട്ട മത്സരം നടത്തുന്നത് മുസ്തഫ നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും.
പ്രിയപ്പെട്ട പേരമക്കളുടെ മുമ്പിൽ ആനയായി നിന്നുകൊടുത്ത് കളിക്കുന്നത് മുസ്തഫ നബിയുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ഒരാള് കുട്ടികളൊപ്പം കളിച്ചിരിക്കാന്ന് വിചാരിക്കേണ്ട. ലോക ചരിത്രത്തിൽ 23 വർഷം കൊണ്ട് ഇത്രയും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എനർജറ്റിക് ആയിരുന്നു. അതുകൊണ്ടാണ് അലസമായിരിക്കുമ്പോഴാണ് കോട്ടുവായിട്ട്. അങ്ങനത്തെ ഒരു കോട്ടുവായ പോലും മുസ്തഫ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതാണ്, കുടുംബത്തിന്റെ കൂടെ സന്തോഷം പങ്കുവെക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന് സമയമുണ്ടായിരുന്നു. അവരുടെ ഇടയിലുള്ള ആ ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ആഴ്ചകള് വയറ് നിറച്ച് കഴിക്കാനും ഭക്ഷണമില്ലാത്ത ആ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോഴും അവരുടെ കാര്യമായ പ്രശ്നമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ ബന്ധം, പ്രിയപ്പെട്ടവൾ മരണപ്പെട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടും, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഭർത്താവായിരുന്ന പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്ന ഒരു പേരുണ്ട്, എന്റെ ഖദീജ എന്ന വർത്താനം. അവരുടെ ഇടയിലുള്ള ബന്ധം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതാണ്. ഇങ്ങനെയാണ് ഒരു കുടുംബം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം പറയുന്നത് എങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിലെ നിലവിലുള്ള അവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? പറയുന്നത് തിരിഞ്ഞുണ്ടോ? ഞാന് മലപ്പുറം ജില്ലയിൽ 400ഓളം മഹല്ലുകളുടെ ആധാർ അടക്കമുള്ള റെക്കോർഡുകൾ പരിശോധിച്ചു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്. അതില് ഒരു മഹല്ലിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഒരു വർഷം അവിടെ വിവാഹം രജിസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ വിവാഹ മോചന രജിസ്റ്ററിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. തിരിഞ്ഞില്ല. അവിടെ ഒരു കൊല്ലം നടന്ന നിക്കാഹിനേക്കാൾ കൂടുതൽ തലാഖ് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. പലപ്പോഴും ഒന്ന് പരിശോധിച്ച് നോക്കൂ. കല്യാണം തീരുമാനിച്ച് ഉറപ്പിക്കുന്നു നിക്കാഹിന് മുമ്പേ, അത് വേണ്ടത്ര. നിക്കാഹ് കഴിഞ്ഞു, കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് വേർപിരിയുന്നു. കൂട്ടിക്കൊണ്ടുപോയി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് അടിച്ചു പിരിയുന്ന വല്ലാത്തൊരവസ്ഥ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് കൂടിക്കൂടി വരികയാണ്. ശരിയാണോ? അല്ലേ? നിങ്ങൾ കേട്ടതെങ്കിൽ അറിവുണ്ടാവുമല്ലോ അല്ലെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിക കാഴ്ചപ്പാടിലുള്ള കുടുംബം. പക്ഷെ എന്നാൽ മുസ്ലിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ. ഇതൊന്നുമില്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പുതിയ ജനറേഷനുകൾ കാണുന്നത്, വിവാഹം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനവും സഹിച്ച് ഉന്തി തള്ളി മുന്നോട്ട് പോകുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എന്ന്? ഏറ്റവും മനോഹരമായി കുടുംബജീവിതം കാണേണ്ടുന്ന ഈ വിഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള കുടുംബജീവിതം കാണേണ്ടി വരുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളെ നാട്ടിലെ ഒരു കല്യാണം നടക്കാന്ന് കൂട്ടിക്കോളി, അതിന് എത്ര ദിവസം മുന്നേ വരുന്നു? നിങ്ങൾ വേഗൂരയിലോ നിങ്ങൾ ഒരുങ്ങണത്? ഞാൻ ഈ ഉള്ള കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളെ നാട്ടിൽ ഒരുങ്ങണ നിങ്ങൾ പറയും. ഏകദേശം ഒരു കല്യാണത്തിന് എത്ര ദിവസം മുന്നേ ഒരുങ്ങും മനുഷ്യന്മാരെ? സാഹചര്യത്തിനനുസരിച്ച്, എന്നാലും ഏകദേശം ഒരു ശരാശരി വെച്ചിട്ട് പറഞ്ഞോളൂ. ഒരു മാസം മുമ്പ് മുതലൊക്കെ വെക്കൂല്ലേ? ചിലപ്പോ ചിലത് ആഴ്ച കൊണ്ടുണ്ടാവും. എന്നാലും ശരാശരി ഒരു മാസം മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആളുകളെ ക്ഷണിക്കണം, ബാക്കി സംവിധാനങ്ങൾ ഒരുക്കണം എന്നൊക്കെ വേണ്ടിയിട്ട്. എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മാസം മുമ്പ് നമ്മൾ ഒരുങ്ങുന്നത് എത്ര ദിവസത്തിന് വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാത്തത്? ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു മാസം മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുങ്ങാറുണ്ട് അല്ലെ? എന്നാലേ ശരാശരി ഒരു വിവാഹ പ്രായം ഒരു 20 എന്നിപ്പോ 25 വെച്ച് പിടിച്ചോ, 25 വെച്ച് പിടിച്ചോ. ശരാശരി മലയാളിയുടെ ആയുസ് 24 ചില്ലറയാണ്. സോറി 74 ചില്ലറ പിടിച്ചോളൂ. 75 എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ മുമ്പ് ജീവിച്ചതിന്റെ ഇരട്ടിക്കാലം വിവാഹത്തിന്റെ ശേഷം ജീവിക്കുന്നു. ഈ നീണ്ട 50 കൊല്ലക്കാലത്തെ കുടുംബജീവിതം മനോഹരമാവാൻ, ആനന്ദകരമാവാൻ എത്ര കാലം കൊണ്ട് ഒരുങ്ങാറുണ്ട് മുസ്ലിങ്ങൾ? എന്താണ് ഉണ്ടാകുന്നത്? നേരത്തെ ഇങ്ങനെ ഏകദേശം ഒരു മാസം എന്നൊക്കെ പറഞ്ഞല്ല. ചോദ്യം മനസ്സിലായിട്ടാണോ? മനസ്സിലാകാനിട്ടും ഉണ്ടാകുന്നത്? മനസ്സിലാക്കണം.
ഇല്ലേ? ഇതന്നെയാണ് കാരണം. ഒരു ദിവസത്തെ വിവാഹ സൽക്കാരത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങാറുള്ള മുസ്ലിം 50 അതിലപ്പുറമോ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിതം മനോഹരമാകാൻ ഒരു ദിവസം മുമ്പ് പോലും ഒരുങ്ങാത്തവരാണ് യുവതികളാണെങ്കിലും യുവാക്കളാണെങ്കിലും വിവാഹത്തിലേക്ക് കടക്കുന്നത്. ആണോ അല്ലേ? ഇത് തന്നെയാണ് ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വിവാഹമോചനത്തിന്റെയും കുടുംബ പ്രശ്നങ്ങളുടെയും കാതലായ കാരണം. എന്താണ് വിവാഹം? എന്തിനാണ് വിവാഹം? ആരെ തെരഞ്ഞെടുക്കണം? എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യേണ്ടുന്ന രീതി എങ്ങനെയാണ്? ഈ കുടുംബം ഇതുപോലെ അല്ല, ഏറ്റവും മനോഹരമായി നാളെ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കുന്നതും ലഭിച്ചതൊന്നും നഷ്ടപ്പെടുകയും ചെയ്യാത്ത സ്വർഗത്തിലേക്ക് പറിച്ചു നടാൻ ഞാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ച് കാര്യമായ അറിവ് നേടിയിട്ടില്ലാത്തവരാണ് എന്തിലേക്ക് കടക്കുന്നത്? വിവാഹത്തിലേക്ക് കടക്കുന്നത്. കുടുംബജീവിതത്തെ കുറിച്ച് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എവിടുന്ന അറിവ് കിട്ടുന്നത്? അല്ലെങ്കിൽ എവിടുന്ന കിട്ടേണ്ടത്? ഒന്ന് പറയും. എവിടുന്ന കിട്ടേണ്ടത്? വീട്ടിൽ നിന്നാ കിട്ടേണ്ടത്. ഇവിടെ കിട്ടേണ്ടത്. അത് പറയുന്ന മാതാപിതാക്കൾ കുറവാണ്. എന്നാൽ ഇത് കേൾക്കാത്ത കുട്ടികളും കുറവാ. ഏതെന്നറിയോ? മക്കളെ, എന്റെ ഗതി നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ഗതിന്റെ കുട്ടിക്ക് എന്ത് ചെയ്യരുത്? അവിടെ നല്ല റോൾ മോഡലാണ്. രണ്ടാമത് കിട്ടേണ്ടത് എവിടുന്ന അറിയോ? അത് മദ്രസയിലാണ്. മദ്രസയിൽ 10ാം ക്ലാസ്സിലാണ് കിതാബുൻ നിക്കാഹ്, കുടുംബജീവിതം ആരംഭിക്കുന്നത്. കാരണം അപ്പോഴല്ലേ പറഞ്ഞു കൊടുത്തത് എന്താന്ന് തിരിയുള്ളൂ. ഇവിടുത്തെ ഉണ്ടോ ആരെങ്കിലും? ഇല്ല. ഇത് മദ്രസ കൂടിയല്ലേ? എത്ര വരെ മദ്രസകളുടെ? +2 വരെ ഉണ്ടോ? ഞാൻ പുറത്ത് ബോർഡ് നോക്കിയില്ല, ഉണ്ടെങ്കിൽ പിന്നെ അറിയായിരുന്നു +2 എത്ര മക്കളുണ്ട്. എന്തായിരുന്നാലും ചില ഭാഗത്തൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് അതോടുകൂടെ തന്നെ എന്താവുന്നു? മദ്രസയുടെ പഠനം പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ ആയിട്ട് അതിന് മാറ്റം ഉണ്ടാവുമോ? ചെറിയൊരു ശതമാനമൊക്കെ അല്ലേ? പലപ്പോഴും 10ാം ക്ലാസ്സിലെ, അതായത് വൈവാഹിക ജീവിതത്തെ കുറിച്ച് അതിന്റെ 1ാം ക്ലാസ് ആകുന്ന 10ാം ക്ലാസ്, അതിന്റെ പടിയിലെത്തുമ്പോഴേക്ക് പടിയിറങ്ങുന്നവരാണ് ധാരാളം കുടുംബങ്ങളിലെ മക്കൾ. ഇതൊരു വലിയൊരു അപകടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വലിയൊരു അപകടമാണ്. എന്നെ ഓർത്തു പോവാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു യതീംഖാനയിൽ മാനേജ്മെന്റിന്റെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് ഞാൻ അന്ന് അവിടെ പറഞ്ഞ ആ ഒരു അനുഭവം പെട്ടെന്ന് ഓർമ്മയിൽ വരികയാണ്. അതായത് യതീംഖാനയിൽ പൊതുവെ കുട്ടികൾ കുറവാണ്. കുട്ടികൾ കുറവാണ്. ഞാൻ അവരോട് പറഞ്ഞു, കുട്ടികൾ കുറവാണെങ്കിലും നിങ്ങൾ ഈ കെട്ടിടങ്ങൾ ഒഴിവാക്കരുത്, നമുക്ക് ആവശ്യം ഉണ്ടാവുന്നു. പിതാക്കന്മാര് നഷ്ടപ്പെട്ട മക്കളെ കൊണ്ടുവന്ന് ചേർക്കാനല്ല, മക്കളുള്ള പിതാക്കന്മാരെയും മാതാക്കളെയും കൊണ്ടുവന്നാക്കാൻ ആവശ്യമായി വരുന്നു. അതിന് കൃത്യമായി തെളിവ് പറഞ്ഞത് കേരളത്തിലുള്ള വൃദ്ധസദനങ്ങളുടെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് തെക്കൻ ഭാഗങ്ങളിലുള്ള ചില ജില്ലകളാണ്. ഞാൻ ജില്ലകളുടെ പേര് പറയുന്നില്ല. എന്നാൽ ഏറ്റവും കുറവുള്ളത് എവിടെയുമാണ്? മലപ്പുറത്താണ്. ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ അവരുടെ മുമ്പിൽ അത് സമർപ്പിക്കാൻ ശ്രമിച്ചത്. കാരണം ഈ പറഞ്ഞ 1, 2, 3 സ്ഥാനങ്ങളിലൊക്കെ കിടക്കുന്ന ഈ ജില്ലകളിലെ ഈ പാവപ്പെട്ട പ്രായം ചെന്ന മനുഷ്യന്മാർ, അവർ തിന്നാനും കുടിക്കാനും കൊടുക്കാനും വകയില്ലാത്ത മക്കളുടെ മാതാപിതാക്കളല്ല. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ മാതാപിതാക്കളുമല്ല. ഒരുപാട് സർട്ടിഫിക്കറ്റുകളുള്ള മക്കളുടെ മാതാപിതാക്കളാണ്. പക്ഷേ അവർക്ക് അതെല്ലാം കൊടുത്ത കൂട്ടത്തിൽ ആ മക്കൾക്ക് ആ മാതാപിതാക്കൾ കൊടുക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആരാണ് ഉമ്മ? ആരാണ് ബാപ്പ? അവരെ പരിചരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ആരാണ് അല്ലാഹു? എന്താണ് സ്വർഗ്ഗം? എന്താണ് നരകം? കൃത്യമായി കൊണ്ട് കൊടുക്കേണ്ടിയിരുന്നു, കൊടുക്കാതെ പോയി. അതുകൊണ്ട് താഴ്ന്നു ചെന്നപ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സദനങ്ങളിലേക്ക് തള്ളപ്പെട്ടു. എന്നാൽ മലപ്പുറത്തത് നടന്നില്ല. എന്തുകൊണ്ട്? മലപ്പുറത്ത് അങ്ങനെ വൃദ്ധസദനങ്ങളിലേക്ക് പ്രായം ചെയ്യുന്നവരെ കൊണ്ട് തള്ളുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മളത് ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? അവിടെയാണ് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ചെയ്യില്ല? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കൃത്യമായി നേരത്തെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരം തന്നു. അതുകൊണ്ട് പക്ഷെ ഇന്ന്
ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ്. അന്ന് അവരുടെ മക്കളെ ഏത് രീതിയിൽ വളർത്തിയോ അതുപോലെ മലപ്പുറത്തുള്ള മാപ്പിളമാർ ഇന്ന് മക്കളെ എന്ത് ചെയ്യുന്നു? വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മക്കൾ വലുതാകുമ്പോൾ പ്രതീക്ഷിക്കാം എന്ത് ആ പ്രായം ചെന്നവരെ ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്ന കാലം പ്രതീക്ഷിക്കാം. അങ്ങനെ വരാൻ വേണ്ടി പറയുന്നതല്ല, വരാതിരിക്കാൻ. ഇത് പറഞ്ഞു വന്നത്തെ അധ്യക്ഷൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞത്, പൈസ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞങ്ങള് എത്തിങ്ങാനയുടെയൊക്കെ മാനേജ്മെന്റിന്റെ മീറ്റിങ്ങുകൾ നടക്കുമ്പോ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടെയെങ്കിലും മലപ്പുറത്ത് വൃദ്ധസദനങ്ങൾക്ക് സൗകര്യം ഒരുക്കി തരാൻ. ഇയാള് പറഞ്ഞു, ആ പറഞ്ഞ ഉദ്യോഗസ്ഥനോട് തിരിച്ചു ചോദിച്ചു, അല്ല അങ്ങനെ കെട്ടിടം ഉണ്ടാക്കിയാല് ആളെ കിട്ട എവിടുന്നാണ്? എനിക്ക് അന്തേവാസികളെ കിട്ടണമല്ലോ. അതിൽ അദ്ദേഹം കൊടുത്ത മറുപടി, നിങ്ങൾ എത്ര വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയാലും വിവരം അറിയിച്ച് 12 മണിക്കൂർ തികയുമ്പോഴേക്ക് അതിലേക്കുള്ള ആളുകളെ തരാൻ തയ്യാറാണ് എന്ന്. അത്രയും ആളുകൾ ഈ ജില്ലയിൽ നിന്ന് മാത്രം അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു. അത്ര ഗൗരവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. കിട്ടേണ്ടതൊന്നും മദ്രസയിൽ നിന്നാണ്. പലപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പടിയിറങ്ങുന്ന അവസ്ഥ. ശരിയായ അറിവ് കിട്ടേണ്ടുന്ന 2 ഭാഗത്തും അതൊന്നും കിട്ടുന്നില്ല. എന്നാലോ കുടുംബജീവിതത്തെ കുറിച്ച് തെറ്റായ ഒരുപാട് അറിവുകൾ യുവാക്കളാവട്ടെ യുവതികളാവട്ടെ അവരുടെ കൈകളിൽ നിന്നുണ്ട്. അതിനെവിടെയും ഒരു കോളേജിലും പോകേണ്ട ആവശ്യമില്ലല്ലോ, കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റായ ആ അറിവുകളെ, ധാരണകളെ തിരുത്തി ശരിയായ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ടായിരിക്കണം യുവാവാവട്ടെ യുവതിയാവട്ടെ എന്തിലേക്ക് കടക്കേണ്ടത്? വിവാഹത്തിലേക്ക് കടക്കേണ്ടത്. ആണോ അല്ലേ? നമ്മോട് നമ്മുടെ നേതൃത്വം പറയുന്നത്, കേരളത്തിലെ മുഴുവൻ മഹലുകളോടും നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം, വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായി ഈ വിഷയം ഇസ്ലാമിക് പ്രീ മെരിറ്റൽ കോഴ്സ് പങ്കെടുത്ത് അതിനുശേഷമായിരിക്കണം വിവാഹം കഴിക്കേണ്ടത് എന്നാണ്. അതിന് സംവിധാനമുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ പല മഹലുകളും ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4 ക്ലാസുകൾ. ആ 4 ക്ലാസുകളിൽ കൃത്യമായി കുടുംബജീവിതത്തിന്റെ A to Z മനഃശാസ്ത്രപരമായി മതപരമായി കൃത്യമായി അവതരിപ്പിച്ചു കൊടുക്കുകയും പഠിതാക്കൾ വിവിധങ്ങളായ തലങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ധാരണകൾ അത് ഈ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ട് വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് തീർക്കാൻ പറ്റുന്ന വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഇസ്ലാമിക് പ്രീ മെരിറ്റൽ കോഴ്സ്. മഹലുകളോട് നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ആ ഒരു കോഴ്സ് പൂർത്തീകരിച്ചിട്ടായിരിക്കണം മുസ്ലിം കുടുംബങ്ങളിലെ ഏതൊരു യുവാവും യുവതിയും നിക്കാഹ് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കുറഞ്ഞൊരു സദസ്സായതുകൊണ്ട് അത് അങ്ങനെ മാത്രമേ ഞാൻ പറയുള്ളൂ, വിശദമായിട്ടതിലേക്ക് പോകുന്നില്ല. 2, വിവാഹം എന്ന് പറയുന്നത് കുട്ടികളിലല്ലോ. ഒന്ന്, പരസ്പരം കാണാൻ പോലും പാടില്ലാത്ത സ്ത്രീയും പുരുഷനും നിക്കാഹിലൂടെ ഒരുമിച്ചാൽ ഇത് എത്ര കാലത്തേക്കാണ്? കേട്ടില്ല? മരണം വരെ. മരിച്ചിട്ട് 2 സ്വർഗത്തിൽ വന്നാലോ പിന്നെ തുടരൂലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അറ്റമില്ലാത്ത ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നതാണ് ഏത്? നിക്കാഹ്. അതുകൊണ്ട് തന്നെ മീസാഖൻ ഖലീലൻ, ആകാശത്തിന്റെ ചോടയുള്ള കരാറുകളിൽ ഏറ്റവും ശക്തിയായ കരാറായി പരിചയപ്പെടുത്തുന്നു നിക്കാഹിനെ. ആ നിക്കാഹിന് ശരിയാവാൻ കുറെ ഷർത്തും ഫർളും അതുമായി ബന്ധപ്പെട്ട സുന്നത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആർക്കും ആരെയും നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? ആർക്കും എല്ലാരെയും നിക്കാഹ് തീർക്കാൻ പറ്റുമോ? അതിനൊക്കെ കുറെ കൃത്യമായ നിയമങ്ങളും വകുപ്പുകളും ഉണ്ടല്ലോ. പക്ഷേ മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പലയിടത്തും അശ്രദ്ധകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വലിയൊരു അകലമില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ ഒരു സമൂഹ വിവാഹം നടക്കുമ്പോൾ നിക്കാഹിന്റെ സദസ്സിൽ മഹാന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു നിക്കാഹ് കാർമ്മികത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഉസ്താദ്
വലിയായിരിക്കുന്ന കൈ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളില്ലേ, മൂപ്പരോട് ചോദിച്ചു നിങ്ങളിപ്പോ കുട്ടീന്റെ ആരായി? മൂപ്പര് പറഞ്ഞു ഞാൻ കുട്ടിയുടെ വല്യാപ്പയാണ്. അപ്പൊ കുട്ടിക്ക് ബാപ്പല്ലേ? ഇല്ല, ബാപ്പ മരിച്ചിരിക്കുന്നു. ആ ശരി, അപ്പൊ ബാപ്പ മരിച്ചാൽ പിന്നെ ആരനെ? അപ്പൊ നിങ്ങൾ ബാപ്പാന്റെ ബാപ്പ ആയിരിക്കൂല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു അല്ല, വല്യാപ്പയാണ്, ബാപ്പാന്റെ ബാപ്പ അല്ലേനും. അപ്പൊ പിന്നെ ആരാ? ഉമ്മാന്റെ ബാപ്പ. ഉമ്മാന്റെ ബാപ്പ അവിടെ കൈ കൊടുത്താൽ വക്കാലത്തനുസരിച്ചൊന്നല്ല, നേരിട്ട് വലിയായിട്ട് നിക്കാഹ് ശരിയാകുമോ? ഇല്ല. അവിടെ ഉസ്താദ് ചോദിച്ചതെന്ന് ഉറപ്പ് വെച്ചുകൊണ്ട് കഴിച്ചതായി. അല്ലെങ്കിലോ വലിയാപ്പാന്ന് നടക്കും, ഒറ്റ തലക്കം ചെയ്തിട്ടുണ്ടാവും. അവിടെ ചെല്ലി കൊടുക്കലും നടക്കും, ചെല്ലലും നടക്കുമൊക്കെ കഴിഞ്ഞു. ആ ബന്ധം ഹലാലാകുമോ? ഇല്ല. ഞാന് സ്ഥലം ഞാൻ പറയില്ല, ഒരു ഭാഗത്ത് ഈ സാധനത്തിൽ പോകുമ്പോൾ കുഴപ്പമില്ല. ഒരു മഹലിൽ സംഗമം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു മനുഷ്യൻ, കുറച്ച് പ്രായമുള്ള മനുഷ്യൻ വന്നിട്ട് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ബന്ധം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, അടുത്ത ബന്ധു ആയിട്ടുള്ളൊരു സ്ത്രീ, അവളെ ആദ്യം ഒരാള് നിക്കാഹ് കഴിച്ചിരുന്നു, അതിലൊരു മകളുണ്ടായിരുന്നു. പിന്നെ ഇവളുടെ ഭർത്താവ് മരണപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് അവളെ മറ്റൊരാൾ നിക്കാഹ് ചെയ്തു. ആദ്യത്തെ ഭർത്താവിലുള്ള ആ മോള് വലുതായപ്പോ അവളുടെ നിക്കാഹ് ചെയ്തു കൊടുത്തു. നിക്കാഹ് ചെയ്തപ്പോൾ വലിയായിരുന്ന് കൈ കൊടുത്തത് അവളുടെ ഉമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവായിരുന്നു. തിരിയുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അയാൾ ഈ കുട്ടിന്റെ ബാപ്പയാണോ? ബാപ്പാന്റെ ബാപ്പയാണോ? സഹോദരനാണോ? സഹോദരന്റെ മകനാണോ? അങ്ങനെ വലിയായിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരാളായിട്ട് അയാൾ വരുമോ? ഇല്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതാണ് പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ടാ? പലർക്കും വിവരമില്ലെന്ന് മാത്രമല്ല, വിവരമില്ലെന്ന വിവരവും ഇല്ല. വിവരമില്ലെന്നുള്ള വിവരമില്ല. അല്ലെങ്കിൽ ഏതൊരു മഹലിലും ആരുണ്ടാകും? ഒരു ഇമാം ഉണ്ടാവും, ഒരു ഖതീബ് ഉണ്ടാവും, ഒരു ഉസ്താദ് ഉണ്ടാവും. ഈ ഉസ്താദ് എന്ന് പറയുന്നത് 5 നേരം നിസ്കാരത്തിന് ഇമാമ് നിൽക്കാനും മെഹ്റാബിൽ നിൽക്കാനുള്ള വ്യക്തി മാത്രമല്ല, പിന്നെ ആ മഹല്ല് നിവാസികൾക്ക് മതപരമായ എല്ലാ വിഷയങ്ങളിലും ആവശ്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി മഹല്ല് നിവാസികൾ വെച്ച ഒരാളാണ്. നമ്മുടെ നേതൃത്വം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: ഒരു ചെറുപ്പക്കാരന്റെ വിവാഹം തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ അവൻ ആരെ സമീപിക്കണം? അതത് കാലങ്ങളിലുള്ള പള്ളിയിലുള്ള ഇമാം ഉണ്ടാവുമല്ലോ, ഉസ്താദ് ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണം? നേരിട്ട് പോകണം. അല്ലാതെ ബാപ്പ പോയിട്ട് സെക്രട്ടറിയുടെ അടുത്തോ പ്രസിഡന്റ് അടുത്ത് ആരാണ് ഈ കടലാസ് കൈകാര്യം ചെയ്യുന്ന അവരുടെ അടുത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കല്യാണം നടത്തി കൊടുത്താൽ പോരാ. ഈ ചെറുപ്പക്കാരൻ നേരിട്ട് എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഫ്രീ ടൈം ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? പോകണം. പോയിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം. 10-ാം തീയതി ഉംറക്ക് പോണ ഒരാൾക്ക് ഇന്ന് ഉംറനെ കുറിച്ച് ചെറിയൊരു വിവരണം കിട്ടിയാല് പലപ്പോഴും ഇല്ലേ, നേരത്തെ മണിക്കൂർ കണക്കിന് ഉംറന്റെ ക്ലാസ് പോയിരുന്നിട്ടൊക്കെ ഉണ്ടാവും. അതിനേക്കാളും പല എന്തുണ്ടാവും ഇപ്പോൾ ഉണ്ടാവുമല്ലോ. അതെ, ഏതൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം സത്യം പറയാലോ, മക്കളുടെ കയ്യിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടോ. ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട്. പക്ഷേ ആ പഠിച്ചതിലൊന്നും ഏത് കാണില്ല. കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കാണില്ല. ഇവരോട് ഇടപെടുന്ന സമയത്ത് 2 ടീമാണെങ്കിലും ഇടപെടുന്ന സമയത്ത് പലപ്പോഴും ഈ വിഷയത്തിൽ ഇവർ സീറോകളാണ്. പല വിഷയത്തിലും
അവിടെയാണ് പ്രിയപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ ഈ ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന രീതിയിലൊക്കെയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ട ഉസ്താദ് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇത് നിർബന്ധമായും മുഴുവൻ മഹല്ലുകളും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ നേതൃത്വം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പോരാ, മഹല്ല് കമ്മിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായും എന്ത് ചെയ്യണം? ബന്ധപ്പെടണം. ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ അവിടെയും ഇപ്പറഞ്ഞ ഈ കുട്ടിയുടെ രക്ഷിതാവ് അഭിവന്ദനായ ഉസ്താദിന്റെ അടുത്ത് ചെല്ലണം, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. കാരണം അതിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് മസലകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അഭിവന്ദനായ ഉസ്താദ് കൃത്യമായിട്ട് ചോദിച്ചറിയും, പറഞ്ഞു തരും. അതുപോലെ തന്നെ മഹല്ല് ജമാഅത്തിലെയും ബന്ധപ്പെട്ട ആളുകള് ഈ കുട്ടിയുടെ രക്ഷിതാവ് എന്ത് ചെയ്യണം? നേരത്തെ സമീപിക്കണം. പലപ്പോഴും നേരത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമെന്ത്, അപ്പൊ ആ മൂലയിൽ ചോദിക്കാത്തതുകൊണ്ടല്ലേ എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. കാരണം മുന്നിൽ വരുന്ന കടലാസിൽ എന്താ ഉണ്ടാകാന്നറിയോ? പിതാവുതേക്കാണ്. വേറൊന്നും അറിയിക്കൂല, ചെല്ലി കൊടുക്കല്ലേ. ആ നേരത്താണ് പലപ്പോഴും എന്ത് വരിക? നിങ്ങൾ കണ്ടിട്ടില്ലേ? പലയിടത്തും കാണാറുണ്ട്. ഈ ഒരു NOC പൂരിപ്പിച്ചിട്ട് കിട്ടുക എപ്പോഴാ? നിക്കാഹിന്റെ സദസ്സില്. കൂടുതലൊന്നും ആലോചിക്കാനൊന്നും നേരം ഉണ്ടാവില്ല, കാര്യം നടക്കും. പക്ഷെ അത് പറ്റില്ല. അതിനാണ് നേരത്തെ എന്ത് ചെയ്യണം? ബന്ധപ്പെട്ടവരോട് കൃത്യമായി ഇടപെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നേടിയിരിക്കണം. ഇത് എന്തിനല്ല? മോലേക്ക് എന്തെങ്കിലും കാര്യലാഭത്തിനല്ല, കമ്മിറ്റിക്ക് എന്തെങ്കിലും മെച്ചുണ്ടാക്കാനല്ല, പിന്നെ ഇവരുടെ കുടുംബജീവിതം ഹലാലാക്കാൻ വേണ്ടിയിട്ട് എന്റെ അഭിപ്രായം പറഞ്ഞതല്ല. നമ്മുടെ നേതൃത്വം മുഴുവൻ മഹല്ല് നിവാസികളോടും പറയാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. അതേപോലെ തന്നെ ഇനി വിവാഹ മോചനം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലത് മുന്നോട്ട് പോകലായിരിക്കില്ല, മസ്ലഹത്ത് വേർപിരിയലായിരിക്കും. അങ്ങനത്തെ ഘട്ടത്തിൽ അതും സ്വന്തമായി നമ്മൾ തീരുമാനം എടുക്കരുത് എന്നാണ്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കരുത്. ആരുടെ അടുത്ത് പോകണം? നേരത്തെ പറഞ്ഞ അഭിവന്ദനായ ഉസ്താദിനോട് പോയിട്ട് കാര്യങ്ങൾ പറയണം. ഇന്ന വിഷയമാണ്. കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുക്കൽ ചെല്ലണം, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന രീതിയിലാണ് അവരിടപെടണം. കാരണം അവരാണല്ലോ ഇത് ചേർത്ത് തന്നവർ. അപ്പോൾ ഇത് വേർപിരിയേണ്ടുന്ന ഘട്ടം വരുമ്പോഴും അവരറിയണം, അവരിടപെടണം. എന്നിട്ട് മുന്നോട്ട് പോകാത്തൊരു ഘട്ടമാണെങ്കിൽ അതിന്റെ ശറഇന്റെ നിയമം ഇന്നതാണ്, ഇന്ന രീതിയിൽ നിങ്ങൾക്ക് വേർപിരിയാം. രാജ്യത്തിന്റെ നിയമത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, അത് നിങ്ങൾ പാലിക്കണം പറഞ്ഞു കൊടുക്കും. അതില്ലെന്നുണ്ടാവണം. അപകടം എന്താണെന്നറിയോ? നമുക്ക് ഈ അടുത്ത കാലത്ത് വരെ പരിചയം ഉണ്ടായിരുന്നത് ത്വലാഖും ഫസ്ഖും മാത്രമാണ്. അധികവും കേട്ടിരുന്നത് അതാണ്. ഇപ്പൊ പുതിയൊരു സാധനങ്ങൾക്ക് കേൾക്കാം, സംഗതി പഴയ തന്നെയാണ്, പക്ഷെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അധികം ഇപ്പോഴാണ്. കോടതി പറഞ്ഞിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഹുല്ലും ശറയിൽ പറയുന്ന ഹുല്ലും രണ്ടാണ്. ഇവിടെ ഇന്ന് നടക്കുന്ന ഹുല്ല് വക്കീലിന്റെ അടുത്ത് പോയിട്ട് കടലാസിൽ എഴുതി കണ്ടിട്ട് വന്ന് പല രക്ഷിതാക്കളും വിചാരിച്ചു ഈ എഴുതിയുടെ അടിസ്ഥാനത്തില് മോളുടെ ബന്ധം വേർപിരിഞ്ഞിട്ടുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അതിൽ ഒട്ടുമിക്കതും ശറ അനുസരിച്ച് വേർപിരിഞ്ഞിട്ടില്ല. വിശദീകരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ഇത്. അതിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ പറയേണ്ടതുമല്ല. മൊത്തത്തിൽ അതിന്റെ ആശയം മനസ്സിലാക്കി വെച്ചാൽ മതി. പലതുമല്ല. ഇവിടെ എന്താ സംഭവിക്കുക അറിയോ? ഇവര് വിചാരിച്ചു ഒഴിവായല്ലോ എന്ന്. ഇനി ഇട്ടന്റെ കാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ കുട്ടിയെ വേറെ ആൾക്ക് നിക്കാഹി കൊടുക്കും. ഫലത്തിൽ ഇവിടെ എന്താ സംഭവിച്ചേ? ഏതോ ഒരു മനുഷ്യന്റെ ഭാര്യയെ രണ്ടാമതൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഷായിന്റെ കാഴ്ചപ്പാടിൽ സ്വഹിഹായിട്ടില്ല. ഇത്തരത്തിലുള്ള വലിയ അബദ്ധങ്ങൾ വരാതിരിക്കാനാണ് നമ്മുടെ അഭിനന്ദനായ നേതൃത്വം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിവാഹം കൂട്ടിച്ചേർക്കുന്നതാണെങ്കിലും അല്ല വേർപിരിയേണ്ടുന്ന ഘട്ടം വരികയാണെങ്കിലും രണ്ടിലും ആരുടെ അടുക്കൽ സമീപിക്കണം? മഹല്ലിലെ അഭിനന്ദനായ ഉസ്താദിന്റെ അടുത്തും അതുപോലെ തന്നെ കമ്മിറ്റികളുടെ ബന്ധപ്പെട്ട ആളുകളെയും അറിയിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ തേടിയിട്ടായിരിക്കണം രണ്ടും നടക്കേണ്ടത് എന്ന് നമ്മോട് നമ്മുടെ നേതൃത്വം ആവശ്യപ്പെടുന്നു. എന്നൊക്കെ ഞാൻ പറഞ്ഞത് തിരിഞ്ഞോ? മനസ്സിലായോ? രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്.
കുടുംബം തകരുന്നതിന്റെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ കാതലായ വശം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തേ കാരണം പറഞ്ഞത് എന്തേ കാരണം കൃത്യമായ കുടുംബജീവിതത്തെ കുറിച്ച് അറിവില്ലായ്മ. പരിഹാരം ഏതാ പറഞ്ഞത്? പരിഹാരം ബോധം. അതിന് സംവിധാനം നമുക്കുണ്ട്. മാല തലത്തിൽ ഇസ്ലാമിക് പ്രീമെറിറ്റൽ കോഴ്സ് 4 ക്ലാസ്സുകളാണ്. ഒരു ക്ലാസ് ശരാശരി 3 മണിക്കൂർ വരും. അങ്ങനത്തെ 4 ക്ലാസ്സുകളാണ്. 4 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ 2 ദിവസങ്ങളിലായിട്ട് അത് എന്ത് ചെയ്യാവുന്നതാണ്, നടത്താൻ പറ്റും. യുവാക്കൾക്ക് വേറെ, യുവതികൾക്ക് വേറെ. 16 വയസ്സ് പൂർത്തിയായി കല്യാണം കഴിച്ചിട്ടില്ലാത്ത യുവതികളും 21 വയസ്സ് പൂർത്തിയായി കല്യാണം കഴിച്ചിട്ടില്ലാത്ത യുവാക്കളുമാണ് ആ കോഴ്സിൽ എന്ത് ചെയ്യേണ്ടത്, പങ്കെടുക്കേണ്ടത്. നിർബന്ധ ബുദ്ധിയ ആ കോഴ്സ് നമുക്കൊക്കെ നമ്മുടെ മഹലിൽ നടക്കണം. വളരെ നല്ല റിസൾട്ട് ആണ് നടന്നിട്ടൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത്. വേണ്ടേ വേണ്ടേ ഇൻഷാ അല്ലാഹ് മഹല്ല് ജമാഅത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ മഹല്ലുമായി കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. അതിന്റെ ഫോം കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കും. സാധാരണ ഒരു കല്യാണം നടത്തുമ്പോൾ 5 ലക്ഷം റുപ്യകളൊക്കെ ചെലവുണ്ടാവുമല്ലോ അല്ലെ. എന്നാലേ 500 റുപ്യെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ചെയ്യണം. ഈ ഒരു കോഴ്സിന് ഫീസായിട്ട് എന്ത് ചെയ്യണം, 500 രൂപയെങ്കിലും കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഒന്നതാ പറഞ്ഞത്. 2 അങ്ങോട്ട് പറഞ്ഞാൽ നിർത്തുന്നല്ലോ. നിങ്ങളൊക്കെ നാട്ടില് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളൊന്ന് പറയോ? ഒന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. എനിക്കെന്താ, നമ്മൾ തന്നെയല്ലോ ഇവിടെ. പല നാട്ടിലും പല കോലത്തിലാണ് അല്ലേ. ആ ആയിക്കോട്ടെ. എന്നാൽ ഇവിടെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. ചില നാട്ടിലൊക്കെ ഉണ്ട്. സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. ഇവിടെ ഒന്നും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അല്ല, നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാല് കല്യാണം നടക്കാൻ പോകുന്നു എന്നുള്ളത് എല്ലാവരും അറിയിക്കുകയാണ്. എക്കാലത്തുള്ളതാണ്, നല്ല കാര്യമാണ്. പക്ഷെ ചിലയിടത്തൊക്കെ അത് വല്ലാണ്ട് പരിധി വിട്ടിട്ടുണ്ട്. നിക്കാവൊന്നും ആയിട്ടില്ല. ഇവര് തമ്മില് കല്യാണം നടക്കാൻ പോകുന്നു എന്ന് തീരുമാനമായിട്ടുള്ളൂ. അവരെന്ത് ചെയ്യുന്നു, ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ്, അങ്ങനെ പലതും. എന്നിട്ടത് അവര് മാത്രം കാണാനൊന്നുമല്ല. പിന്നെ എത്ര കണ്ട് കൂടുതൽ ആളുകളെ ഇത് കാണിക്കാൻ കഴിഞ്ഞോ അത്രയും മട്ടുള്ളതായി ആ കല്യാണം നടത്താണ്. ഇൻസ്റ്റ വഴി, മറ്റ് സോഷ്യൽ മീഡിയയുടെ സംവിധാനങ്ങൾ വഴി ചെക്കന്റെയും പെണ്ണിന്റെയും കുടുംബം വാരി എറിയാണ്. ആരും പറഞ്ഞു കെട്ടാൻ പോകുന്ന പെണ്ണിനെ കയ്യില് പിടിച്ചിട്ടാണല്ലോ. എണ്ണ പറഞ്ഞ് മയ്യത്ത് കണ്ടില്ലാത്ത എന്നുള്ളതറിയാം. പിന്നെ നിങ്ങൾ പറയാൻ പഠിക്കുന്നോണ്ടാ ഞാൻ തന്നെ പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്തായാലും ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തത്. വേറെ പല നാട്ടിലുണ്ട്. അത് വരാതിരിക്കാൻ അങ്ങനെയാണല്ലോ. വന്നിട്ട് ചികിത്സിക്കുന്നേക്കാൻ നല്ലത് വരാതിരിക്കാനാണല്ലോ. പഠിച്ച ടീമാണ് ഇങ്ങനെയല്ലോ. മുണ്ടില്ലേ മഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഏർപ്പാടൊക്കെ ഉണ്ട് ചില നാട്ടില്. കഴിക്കുന്നത് മഞ്ഞ, ധരിക്കുന്നത് മഞ്ഞ, അങ്ങനെ തുടങ്ങിയിട്ട് ആ കുട്ടിന്റെ മുഖത്ത് വാരി തേമ്പണത് മഞ്ഞ. ഉളുപ്പ് എന്ന് പറയുന്നത് അടുത്തു കൂടി എത്താത്തൊരു കവുമായി അത്തപ്പതിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതൊക്കെ ഈ വൃത്തികേടുകളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അതൊക്കെ എന്ത് ചെയ്യണം, 2 ടീം കൊടുത്ത് എല്ലാവരിലേക്കും എത്തിക്കണം. എത്ര കണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഹറാമിയത്ത് എത്തിയോ അത്ര കണ്ട് ആ കല്യാണം എന്തായി, ഷാറായി. അങ്ങനെ കുറെ ജാതി പേരുണ്ട്. മഞ്ഞയും ചുവപ്പും കറുപ്പും അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഒക്കെ കൂടെ പറയാൻ നേരെ എനിക്കൊന്നും പോയില്ല. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റ് ടു ബി പേരിൽ വയച്ചിട്ടൊന്നുമില്ലല്ലോ, അങ്ങനല്ലേ. ചിലത് നിക്കാഹ് പോലും നടന്നിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ നടക്കുന്നുണ്ട്, കഴിഞ്ഞ് നടക്കണമൊക്കെ ഉണ്ട്. 2 കൂടി ഒഴിഞ്ഞാൽ പോവുകയാണ്. ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഇനി ഇവരെങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം എന്ന് തുടങ്ങി എല്ലാം ഫോട്ടോഗ്രാഫർ തീരുമാനിക്കും. നിന്നും ഇരുന്നും കിടന്നും കെട്ടിപ്പിടിച്ചും ചുംബിച്ചും
ഫോട്ടോ എടുക്കുക. എന്നിട്ടേ ഞാൻ നേരത്തെ പറഞ്ഞ ഉളുപ്പ് അല്പം പോലും ഇല്ലാത്ത ഈ കൗമ ഇത് എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, സോഷ്യൽ മീഡിയയിൽ കൂടെ വാരിയെറിയ, എന്നിട്ട് അത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. നീ അന്നത്തെ ദിവസം നോക്കിക്കോളി, കല്യാണത്തിന്റെ അന്ന് ഉള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു അസുഖം ബാധിച്ചു, അല്ലെങ്കിൽ പ്രായം ചെന്നു, ഏതായിരുന്നാലും തളർന്നു, കൈകാലുകൾ പോലും ചലിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ തളർന്നു കിടന്നു. പക്ഷേ ഉള്ളിൽ ഓർമ്മയുണ്ടെങ്കിൽ, ഉള്ളോർമ്മയുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അതെന്താ? നമസ്കാരം. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് പുതുമാരി ഇറങ്ങുമ്പോൾ എത്ര പേർ ളുഹർ നിസ്കരിക്കാറുണ്ട്? അല്ല, ചിന്തിക്കാം. ശരിക്കും സുന്നത്ത് നിസ്കരിച്ചാണ് ഇവരെന്ത് ചെയ്യേണ്ടത്? ഇറങ്ങേണ്ടത്. എന്നാൽ ഫർള് പോലും ഒഴിവാക്കിയിട്ടാണ് ഏത് ജീവിതം, അറ്റമില്ലാത്ത ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന അതിപവിത്രമായ ആ ഒരു സുദിനം തുടങ്ങുന്നത്. ആണല്ലേ? ചിലര് പറഞ്ഞു, ഈ ഒതുണ്ടാക്കാതെ നിസ്കരിക്കാൻ പറ്റിയ എന്തെങ്കിലും വകുപ്പുണ്ടൊക്കെ പറഞ്ഞിരുന്നു. ഒതുണ്ടാക്കാതെ നിസ്കരിക്കാൻ പറ്റിയ വകുപ്പുണ്ടൊക്കെ പറയാം. എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പൊട്ടിട്ട് പൈൻ്റ് അടിച്ച് നേരം വെളുക്കുമ്പോ പ്രദർശന വസ്തുവാക്കി വെച്ച ഈ സാധനം അതിന്റെ ഇടയിലൊന്നും എന്ത് ചെയ്തു, വെള്ളം തട്ടിയാല് ആകെ കലങ്ങിപ്പോകും അല്ലേ? ഈ പണിയുടെ അർത്ഥം ഒരു പുതിയണ്ണന് അല്ലെങ്കിൽ പുരാവളത്ത് മേക്കപ്പ് ചെയ്യാൻ പറ്റൂലെന്നോ ഇതൊന്നുമല്ല. പക്ഷെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടണം. അപ്പൊ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് വെച്ചാല് 2 വട്ടം മേക്കപ്പ് ചെയ്യാനുള്ള കാശുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ നിസ്കരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നടക്കണം. അങ്ങനെ അതൊക്കെ പറയുമ്പോൾ ഒരു കല്യാണത്തിന്റെ അന്നത്തെ കാര്യം. അല്ലാത്ത സമയത്ത് ദൂരസ്കരിക്കലുണ്ടോ മക്കൾ എന്നാ തിരിച്ചു ചോദ്യം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രായപൂർത്തി എത്തിയിട്ടുള്ള മക്കൾ സ്കൂളിലും കോളേജിലും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പല മക്കളും ളുഹർ കാലങ്ങളായി സമയത്ത് നിസ്കരിക്കാത്ത മക്കൾ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ധാരാളം. ആർക്കായും കുഴപ്പം? വെറുതെയാണോ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വളർന്നു വരുന്ന പല മക്കളും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിന്റെ കുറെ അപ്പുറത്തുള്ള ചില ഡിഗ്രികളായിട്ട് നടക്കുന്നത്? കാര്യമായിട്ട് പഠിക്കാത്തതിന് ഡിഗ്രി കിട്ടലില്ലല്ലോ അപ്പൊ അല്ലേ? MD അല്ല, MA അല്ല, ചെറുപാടെ കൂടിയ സാധനം ഉണ്ടല്ല. എന്താണ് MD അല്ല, MA അല്ല, പക്ഷെ അത് രണ്ടും പാടെ കൂടി കിട്ടിയത് സർട്ടിഫിക്കറ്റ് ഉള്ള കുറെ കുട്ടികള്. അതെ, കുട്ടിയെ ഞാൻ വായിച്ചില്ല, നിങ്ങൾ വായിച്ചോളെ. ഓക്കെ, നിങ്ങൾക്ക് കാരണം കിട്ടോ? എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അങ്ങനെ അടുക്കാൻ കഴിയൂല. അതിന്റെ സമയത്ത് നിസ്കരിക്കുന്ന സ്വഭാവത്തിൽ അടിമുതൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇവിടുത്തെ ഒഴിവായപ്പോ എന്ത് തോന്നിയാസത്തിനും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ മനസ്സതിനൊക്കെ സമ്മതിക്കുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്, ശാപത്തിനുമേൽ ശാപമായിക്കൊണ്ടാണ് കുടുംബജീവിതം ഇന്ന് അധികവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഏർപ്പാടുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റിയ ഏതെങ്കിലും ഒരു ചടങ്ങ് നിങ്ങൾ പറഞ്ഞു തരുമോ? മുസ്ലിം കുടുംബങ്ങളിൽ വിവാഹത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റിയ ഒരു ചടങ്ങിനെ നിങ്ങൾ പറഞ്ഞു തരുമോ? ഉണ്ടെന്ന് പറഞ്ഞോളി. ഉണ്ടോ? ഭക്ഷണം കൊടുക്കില്ലേ? അത് പരമാവധി കൊടുത്തോളൂ, നല്ല കാര്യം. പക്ഷെ അതും ഇപ്പൊ എന്താക്കുന്നുണ്ട്, കൂലി നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു മറയൊന്നുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഓഡിറ്റോറിയത്തിൽ എന്തുണ്ട്? മറയുണ്ട്. അവിടെ സപ്ലൈ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറയില്ലാതിരുന്നാൽ എളുപ്പമാണ് കാര്യങ്ങൾ. അവർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടല്ല, വെച്ചിട്ടുണ്ടാവില്ല. ഈ വീട്ടുകാരനാണ് ഇതിന് കാശ് കൊടുക്കുന്നത്. അവന് ആവശ്യമുണ്ടെങ്കിൽ എവിടെയാ മറന്നുണ്ട് വെച്ചാല് അവിടെ മറട്ടെ. അതിനിപ്പോ കുട്ടികൾക്ക് പൈസ ആവശ്യമില്ല. പിന്നെ എന്താ ഈ കുട്ടികൾക്ക്? ഇതാണ് വസ്തുത. നിങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും ബറക്കത്തില്ലാത്തതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാരണം, മുസ്ലിം കുടുംബങ്ങളുടെ കുടുംബ തകർച്ചയിലെ പ്രധാന കാരണം ഒന്ന് അറിവില്ലായ്മയാണ്, രണ്ട് തുടങ്ങുന്നത് ബറക്കത്തില്ലാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ഇടപെടാം. ബറക്കത്തില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങളെ കൊണ്ടാണ് കുടുംബജീവിതം എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ നേതൃത്വം നമ്മോട് പറയുന്നു, അത്തരത്തിലുള്ള ആഭാസങ്ങൾ ഈ സമുദായത്തിൽ നിന്ന് നമ്മൾ എടുത്തു വലിച്ചെറിയണം. അത്തരത്തിലുള്ള ആഭാസങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ പടി കടന്നു വരാൻ പാടില്ല. പക്ഷെ അത് തീരുമാനിക്കേണ്ടുന്ന ആളുകളാണ് അതിന് നിർബന്ധിക്കുന്നത് എന്നാണ് ഖേദകരം. നമ്മുടെ വീട്ടില് അത്തരത്തിലുള്ള വൃത്തികെട്ട ആഭാസങ്ങൾ വേണ്ട എന്ന് തീരുമാനമെടുക്കേണ്ടെന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഒട്ടുമിക്ക വീട്ടിലും ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നത്, നിർബന്ധിക്കുന്നത്. പലരും പറയുന്നത് എന്താ, കാശൊക്കെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഉണ്ടാക്കി ഉണ്ടാവും, പക്ഷേ മാനം അത് നഷ്ടപ്പെട്ടാലേ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഏതിനെ കുറിച്ചാ ഈ മാനം എന്ന് പറയുന്നത്? ഈ തോന്നിയാസത്തെ കുറിച്ച്. അതുകൊണ്ട് രണ്ട് വിഭാഗം ആളുകളാണ് പൊതുവെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യാറുള്ളത്. ഒന്ന്, സാമ്പത്തിക ശേഷി കുറഞ്ഞ ടീമാണ്. അവരെങ്ങനെ ഇത് ചെയ്യല്? ആരെന്തെങ്കിലും കടം വാങ്ങിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യണത്? ഇപ്പറഞ്ഞ ഇന്നതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. വൃത്തികെട്ട ആഭാസങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് കടം വാങ്ങിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. പക്ഷേ കുറച്ചെങ്കിലും ഈമാനുള്ളവരൊന്ന് കൽപ്പ് തുറന്നു വെച്ചിട്ട് കേൾക്കണേ, അടച്ചു വെച്ചിട്ട് കേൾക്കരുത്. കടത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യില്ലായിരുന്നു. ചെയ്യില്ല. മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി കയറി വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹബീബേ, ഞാൻ ഇതാ ജിഹാദിന് ഇറങ്ങുകയാണ്. ശത്രുവിന്റെ വട്ടേറ്റുകൊണ്ട് യുദ്ധക്കടത്തിൽ വെച്ച് ഞാൻ പിടഞ്ഞു മരിച്ചാൽ, ഷഹീദായാൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടൂലേ ഹബീബേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുന്നത്, നഅം, ഒക്കെ പൊറുക്കും. സ്വഹാബി സന്തോഷത്തോടു കൂടെ ഇറങ്ങി നടക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ നേരത്തെ ചോദിച്ചത് ഒന്നും കൂടി ചോദിച്ചാൽ. അയാൾ ആവർത്തിച്ച് ചോദിച്ചു, ഈ ജിഹാദിൽ ശത്രുവിന്റെ വട്ടേറ്റ് ഷഹീദായാൽ എന്റെ പാപങ്ങൾ പൊറുക്കൂലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന മറുപടി, നഅം, പൊറുക്കും. ഇല്ല ദൈൻ, കടമൊഴിച്ച. ആലോചിക്കേണ്ടത്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഏതെങ്കിലും ഒരു മഖ്ലൂഖ് തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷഹീദ് മാത്രമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ കാരണം? കിട്ടിയത് കുറഞ്ഞു പോയിട്ടല്ല, പിന്നെ കിട്ടിയതിന്റെ മഹത്വം അത്രയും വലുതാണ്. ഒരു 10 തവണയെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമത്രേ. ആ ഷഹീദിന് പോലും പടച്ച തമ്പുരാന് പുറത്തു കൊടുക്കൂല എന്ന് പറയുന്നു മുസ്തഫ നബി. എന്ത് കടം? അത്രയും ഗൗരവമേറിയ കടമാണ് ഈ വൃത്തികെട്ട ആഭാസങ്ങൾക്ക് വേണ്ടി, തനിച്ച ഹറാമിയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണത്? വാങ്ങിക്കൂട്ടുന്നത്. എന്നിട്ട് എന്താ ഉണ്ടാവുകയോ? മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് അങ്ങനെ കരയാം. ഒരു പക്ഷെ അതൊരു കൂട്ടക്കരച്ചിലുള്ള തുടക്കവുമാകും. എന്തിന് ഹബീബിങ്ങളെ ഇത്തരം വൃത്തികേടുകള്? നമ്മൾ തീരുമാനമെടുക്കാൻ പറ്റണം.
നാടിൽ എന്തെങ്കിലും ആചാരങ്ങൾ നടക്കട്ടെ, നാട്ടുകാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ മാമൂലുകൾ നടക്കട്ടെ, തൽക്കാലം എന്റെ വീട്ടിൽ അത് വേണ്ട എന്ന തീരുമാനം എടുക്കാനല്ല ചങ്കൂറ്റം അവിടെയാണ് വീട്ടുകാർക്ക് ഉണ്ടാവണം. ഒന്നല്ല, രണ്ട്, കാശുള്ള ആളുകളാണ് അല്ലെ, കാശുള്ള ആളുകൾ 10 പൈസ ഉണ്ട് എന്നുള്ളത് അറിയിക്കാനുള്ള വഴിയാണ് പലർക്കും എന്ത് ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ. 10 പൈസ ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതിട്ടോ, ഒറ്റ കാര്യം. തന്ന പടച്ച തമ്പുരാൻ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമില്ല. തന്നോനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചെടുക്കൽ പ്രയാസമുള്ളതല്ല. ലൈവായിട്ട് പലതും നമ്മൾ കാണുകയാണ്. ഒരിടത്ത് ഇങ്ങനെ ഈ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം വീഡിയോ പരായം വരുന്നിട്ട് കാര്യപ്പെട്ട ഒരാൾ ഇങ്ങനെ കാലുമുക്കാലും കയറ്റിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഈ തലമുറക്കും എന്റെ അടുത്ത തലമുറക്കും കഴിഞ്ഞുകൂടാനുള്ള മുതല് ഞാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് എല്ലാം ഇവിടെ നിലനിർത്തുന്നത് അവന്റെ കാശാണ്, സമ്പത്താണെന്നൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പൊ പിന്നെ നന്മകളൊന്നും അങ്ങോട്ട് എന്താവൂല, കയറില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നതല്ല, എന്താ പറയുക, വരേണ്ടത് പോലത്തെ ഒരു അസുഖം എങ്ങാനും വന്നാൽ, അങ്ങനെ വരേണ്ടത് പോലത്തെ ഒരു അസുഖം എങ്ങാനും വന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ബില്ലടക്കണമെങ്കിൽ ഒരു പക്ഷേ പാർക്കുന്ന ആ വീട് പോലും വിറ്റാൽ കഴിഞ്ഞോളണമെന്നില്ല. പടച്ചോനോട് കളിക്കാൻ നിൽക്കരുത്. ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്ന് പടച്ച തമ്പുരാനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് യാതൊരു പ്രയാസമല്ല. 2 മിനിറ്റ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് ഉണ്ടാവണേ. നമുക്കെന്തേ ഇങ്ങനെ ആലോചിച്ചൂടെ? സമൂഹത്തിന്റെ ഇടയിൽ വൃത്തികെട്ട ആഭാസങ്ങൾ കുടുംബജീവിതത്തിന്റെ മുമ്പയും പിമ്പയും ഒക്കെ ആയിട്ട് നടക്കുമ്പോ അതിനൊക്കെ ചെലവഴിക്കുന്ന കാശിന് പകരം നന്മയുടെ വഴിയിൽ എന്തേ നമുക്ക് കാശ് ചെലവാക്കിയിട്ടൂടെ? നിങ്ങൾക്കറിയോ, ഒരാഴ്ചയായിട്ടില്ല ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഒരു കോള് വന്നു. അതിൽ ഒരു പാവപ്പെട്ട ഒരു ഉമ്മ മകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയാസം പറഞ്ഞ് എങ്ങനെയിരുന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അക്കൂട്ടത്തിൽ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾക്കറിയോ, ഞാൻ ജോലിക്ക് പോയിട്ടാണ് എൻ്റെ മക്കളെ പോറ്റുന്നത്. ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആഴ്ചകളായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. എൻ്റെ കുടുംബം പട്ടിണിയിലാണ്. നമുക്ക് ചിലപ്പോൾ ഒന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്കൂള് വിട്ട് വന്ന കുട്ടി ഉമ്മാനോട് വന്നിട്ട് പറയാം, അമ്മ എന്റെ അടുത്തിരിക്കുന്ന മക്കൾക്കൊക്കെ എന്റെ കൂട്ടുകാരികൾക്കൊക്കെ 8ഉം 9ഉം കൂട്ട് ഡ്രസ് ഉണ്ടമ്മ, എനിക്കുള്ളതാകെ ഈ ഒരു കൂട്ട്. നിങ്ങൾ ഒന്ന് പാപ്പാനോട് പറഞ്ഞൂടെ എനിക്കൊരു 2 കൂട്ട് വാങ്ങിച്ചു തരാൻ? മോളെ, പാപ്പാന്റെ നിലവിലുള്ള അവസ്ഥ നമുക്കറിയില്ലേ, മാറ്റം പരിപാടി നിനക്കും വാങ്ങിച്ചു തരും. അമ്മ, എന്റെ കൂടെയുള്ളവരൊക്കെ പറയാറുണ്ട് അവധി ദിവസങ്ങളിൽ അവരുടെ വീട്ടിലുണ്ടാക്കാറുള്ള വ്യത്യസ്ത പലഹാരങ്ങൾ. നമ്മുടെ വീട്ടിൽ എന്നും ഇത് തന്നെയുള്ളൂ അല്ലേ? മോനെ, മാറ്റം വരൂടാ. പപ്പാന്റെ കയ്യിൽ കാശ് കിട്ടുന്ന നാള് വരും, അപ്പോ നമുക്കും അതൊക്കെ ഉണ്ടാക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് കിടത്തി ഉറക്കുന്ന വാപ്പമാരും ഉമ്മമാരും പാർക്കുന്ന നാടാണ് ഈ കൊച്ചു കേരളം. എന്തേ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തേ ഇപ്പതാ ഇന്നൊക്കെ വൈകുന്നേരത്ത് വന്ന ഒരു മഴയുണ്ട്, പെയ്തൊരു മഴയുണ്ട്. ഈ സമയത്ത് നമുക്കത് വലിയ പ്രയാസമായിട്ടും തോന്നിയിട്ടില്ലെങ്കിൽ ഇക്കേരളത്തിൽ പാർക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അതാ ഈ കറുത്തിരുണ്ട് വരുന്ന ഈ മഴക്കാറ് മഴയായി ഇവിടെ സ്പർശിക്കല്ലേ എന്ന് പറഞ്ഞു കരഞ്ഞ ഉമ്മമാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടറിയോ? ഉരുൾപൊട്ടുന്ന് പഠിച്ചിട്ടൊന്നല്ല. പിന്നെ ഈ പാതിരാ സമയത്ത് ആ മഴ പെയ്താൽ എന്റെ പാവം പൈതങ്ങളെയും പിടിച്ചിട്ട് ഞാൻ എങ്ങോട്ട് പോകും? കയറി കിടക്കാനുള്ള ഒരിടമില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ കൊച്ചു കേരളത്തിൽ കഴിയുന്നുണ്ട്. എന്താ ഹബീബിങ്ങളെ, ഈ വൃത്തികേടുകൾക്കൊക്കെ ചെലവഴിക്കുന്ന
കാശിന് സമാനമായ തുക നമുക്കൊന്ന് ഇത്തരം നല്ല വഴിയിലേക്ക് തിരിച്ചു വിട്ടൂടെ? വീടില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് പാർക്കാൻ ഒരു വീടിന് വേണ്ടി എന്റെ മകന്റെ വിവാഹം നടക്കുമ്പോൾ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി എന്നാൽ കൊണ്ട് കഴിയുന്ന ഒന്ന് മാറ്റിവെച്ചാൽ ആ വീട്ടിൽ ആ പാവപ്പെട്ട കുടുംബം താമസിക്കുന്ന കാലം അത്രയും ഈ മക്കളുടെ കുടുംബജീവിതം മനോഹരമായിരിക്കും. നമുക്ക് എന്തേ അങ്ങനെ ആലോചിച്ചൂടെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ തോന്നിവാസങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് നന്മയുടെ വഴിയിലേക്ക് തിരിക്കൂ. ഇത് എന്റേതല്ല, മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അഫ്ളലുൽ അഅ്മാൽ. അറബി അറിയുന്നവർക്കൊക്കെ അറിയാം, അഫ്ളൽ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ഖൽബിന്റെ ഉള്ളിലേക്ക് സന്തോഷത്തെ കൊടുക്കാൻ കഴിയില്ല. കസൗത ഔറത, ധരിക്കാൻ വസ്ത്രമില്ലാത്ത അവനിക്ക് ഒരു വസ്ത്രം നീ വാങ്ങിച്ചു കൊടുത്താലും വേണ്ടില്ല. ഔ അശ്ബഅത ലഹു ജൗഅത, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാത്തവർക്ക് ഭക്ഷണം നൽകിയിട്ടാണെങ്കിലും വേണ്ടില്ല. ഔ ഖളൈത ലഹു ഹാജത, വിവിധങ്ങളായ ആവശ്യങ്ങൾ മുന്നിലുണ്ട്, നടത്താനുള്ള സംവിധാനമില്ല, സൗകര്യമില്ലാത്തവർക്ക് അതിന് എന്തെങ്കിലുമൊക്കെ നീ കൊടുത്ത് സഹായിച്ചാലും വേണ്ടില്ല. അതാണ് നീ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബികളെ, നമ്മളൊന്ന് അങ്ങനെ ചിന്തിച്ചൂടെ? നമ്മുടെ കുടുംബത്തിലെ സന്തോഷത്തിന്റെ ഒരു വേള വരുമ്പോ പ്രയാസപ്പെടുന്നവർക്ക് സന്തോഷം നൽകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്പം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ മക്കളുടെയും കുടുംബങ്ങളുടെയും കുടുംബജീവിതത്തിന് ഏറ്റവും സന്തോഷമാകുക. അവസാനിപ്പിക്കുന്നു, നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹബീബികളെ, ഏറ്റവും എനിക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നന്ദി കേട് നമ്മളെ എത്തുന്ന വരരുത്. 80 വയസ്സായ മനുഷ്യൻ, നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിച്ച മനുഷ്യൻ, കാര്യമായ അസുഖം ആ മനുഷ്യനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നത്. മോനെ വണ്ടി എടുക്കണോ, ബാപ്പാനെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, കാഷ്വാലിറ്റിയിലേക്ക്, ICUവിലേക്ക്. 4 ദിവസം ആ മനുഷ്യൻ ICUവിൽ കടന്നു, നോർമലായി, നേരെ റൂമിലേക്ക് മാറ്റി. ICUവിലുള്ള ബില്ലടച്ച് മോനിങ്ങനെ റൂമിലേക്ക് നടന്നു വരികയാണ്. ആ സമയത്താണ് കട്ടിലിൽ കിടക്കുന്ന ബാപ്പ മോന്റെ പോക്കറ്റിൽ ആ ബില്ല് കണ്ടത്. എനിക്ക് ചോദിക്കുന്നുണ്ട്, എടാ എത്ര ആയടാ കാശ്? അപ്പോഴാ മോൻ മനസ്സിലാക്കിയത് ബാപ്പ കണ്ടു. പതുക്കെ താഴോട്ട് തള്ളി നീക്കിയിട്ട് പറഞ്ഞു, ഇല്ലപ്പാ, അത് കൂടുതലൊന്നും ആയിട്ടില്ല. അല്ലടാ, അയ്യോ പറയടാ. ബാപ്പ ചോദിക്കല്ലേ, അത് കൂടുതലായിട്ടില്ല, പറയടാ. വീണ്ടും 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 നിർബന്ധിച്ചു പോകുമ്പോൾ പറഞ്ഞു, ബാപ്പ 1,00,000 രൂപ ആയിട്ടുള്ളൂ. ആ സമയത്തിന്റെ കട്ടിലിൽ കിടക്കുന്ന വയോധികനായ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയാൻ. മകൻ ഇടപെടുകയാണ്, ബാപ്പ അതല്ലേ നിങ്ങളോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 3,00,000 ചെലവാക്കുന്നത് എനിക്കൊരു പ്രശ്നമുള്ള കേസാണോ? നിങ്ങൾ എന്താ ഈ കുട്ടികളെ പോലെ കരയുന്നത്? ആലോചിക്കണേ. ആ സമയത്ത് ആ പ്രായം ചെന്ന പിതാവ് മകനോട് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്, അത് നമുക്ക് ബോധം നൽകേണ്ടതാണ്. എടാ, അജു വിചാരിച്ചത് ഈ ബാപ്പകാരനായിട്ട് എന്റെ കുട്ടിന്റെ 1,00,000 രൂപ പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ കരയണ? അല്ലടാ, എനിക്ക് വയസ്സ് 80. ഈ നീണ്ട 80 കൊല്ലക്കാലത്തിന്റെ ഇടക്ക് 4 ദിവസം എനിക്ക് ശ്വസിക്കാനുള്ള വായു ഞാൻ കൃത്രിമമായി വാങ്ങിക്കേണ്ടി വന്നപ്പോൾ അതിന് പകരം കൊടുക്കേണ്ടി വന്ന വിലയാണടാ 1,00,000 രൂപ. എങ്ങനെയാണെങ്കിൽ ഈ നീണ്ട 80 കൊല്ലക്കാലം എനിക്ക് ശ്വസിക്കാനുള്ള വായുവും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് എനിക്ക് ഒരുക്കി തന്ന എന്നെ പടച്ച തമ്പുരാന് പകരം ഞാൻ എന്താണടാ തിരിച്ചു നൽകിയത് എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. 3 കാര്യങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. 1, മുസ്ലിം കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നം വ്യാപിച്ചു വരുന്നു. കാരണം 1, കൃത്യമായ അറിവില്ലായ്മ. പരിഹാരം ഇസ്ലാമിക് പ്രീ മെരിറ്റൽ കോഴ്സ്. ആ കോഴ്സ് നമ്മുടെ വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന യുവതികൾ യുവാക്കൾ പങ്കെടുത്തിരിക്കണം. 1. 2, ബറക്കത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കുടുംബജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ
നിക്കാഹിന്റെ മുമ്പ് ശേഷമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ കുടുംബ ജീവിതത്തെ തകർക്കുന്നതിന്റെ പ്രധാന കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ളൊരു ഘട്ടങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലാത്ത അത്തരം വൃത്തികെട്ട ആവാസങ്ങൾ വേണ്ട എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. എന്തേ പറ്റൂലേ? എന്താണ് ഉണ്ടാത്തത്? ഇൻഷാല്ലാഹ് പഠിച്ച തോപിയം ചെയ്യട്ടെ. അവിടൊക്കെ നിങ്ങൾക്ക് പറയണ്ട, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, എവിടെയെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമ്മളോട് വേണ്ട, അവനാന്റെ വീട് തയ്യാറാക്കുക. അത്ര 3 വിവാഹമോചനം രണ്ടാണെങ്കിലും തീരുമാനിച്ചുറപ്പിക്കുന്നതിന് മുമ്പ് മഹലിലെ അഭിവന്ദരായ ഉസ്താദിനോട് കൂടിയാലോചിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ തേടുക. മഹല്ല് കമ്മിറ്റിയിലെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും നേരത്തെ ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ തേടുക. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ കൂടിയ ആളുകളോട് പറയുന്നതിന് വേണ്ടി. അതോടൊപ്പം നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ മാതൃകയാൻ പറ്റുന്ന അതാക്കി തീർക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആയല്ലോ? ഇനി പഠിച്ചോനാ സാക്ഷി. എന്റെ ഉത്തരവാദിത്തം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? തീർച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു നല്ല രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു നാടാക്കിയിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ നിങ്ങൾ മഹല്ല് കമ്മിറ്റിയുമായും പ്രിയപ്പെട്ട ഉസ്താദുമാരുമായി കൊണ്ട് എന്ത് ചെയ്യുക? സഹകരിക്കുക. നിങ്ങൾക്ക് ഈ കിട്ടിയിട്ടുള്ള സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. സർവശക്തനായ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരും തികഞ്ഞവരല്ല. എവിടെ എന്ത് പോരായ്മ വന്നിട്ടുണ്ടെങ്കിലും റബ്ബ് നമുക്കൊക്കെ അത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിവിടെ ഈ ചർച്ച ചെയ്ത വിഷയം മറ്റുള്ളവർക്ക് കൂടെ മാതൃകയാകുന്ന രീതിയിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.